നമസ്കാരം. രാജ്യത്തെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പരസ്യമായി പറയുക, രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിക്കുക, അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുക മറ്റെവിടെയെങ്കിലും നടക്കുന്നൊരു കാര്യമാണോ ഇത്? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടന്നതായി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ കേരളത്തിൽ നടന്നു. കേരളത്തിൽ എന്തുമാകാമല്ലോ. കുറേ ആക്ടിവിസ്റ്റുകളും കൂടാതെ കുറേ ഇടതുപക്ഷ സഹയാത്രികരും കുറേ ജിഹാദികളും ഉണ്ടെങ്കിൽ എന്തുമാകാം കേരളത്തിൽ. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏതോ ഒരു സ്ത്രീ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്നത് കണ്ടു. ഒരു തോക്ക് കിട്ടിയാൽ ഞാൻ അയാളെ വെടിവെച്ച് കൊല്ലും എന്ന് ഒരു ഉളുപ്പും അറപ്പും ഭയവുമില്ലാതെ ഒരു പെണ്ണ് പറയുകയാണ്, ഒരു തള്ള പറയുകയാണ്. ഒന്നോർത്ത് നോക്കൂ, ഇവരൊക്കെ അക്ഷരാഭ്യാസമുള്ളവരാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആ സ്ത്രീയെ കണ്ടിട്ട് ഒരു കുടുംബിനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം കാര്യഗൗരവമൊക്കെ ഉണ്ട്. മന്ദബുദ്ധിയല്ല, എന്തായാലും മന്ദബുദ്ധിയല്ല, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളുമല്ല, മാനസിക വിഭ്രാന്തി ഉള്ള ആളുമല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിയെ, ഒരു തോക്ക് കിട്ടിയാൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്ന അവൾ ഇപ്പോഴും അറസ്റ്റിലാകാതെ ഇത്തരത്തിൽ മാപ്പപേക്ഷയുമായി നടക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? സംഗതി വഷളായെന്ന് കണ്ട് അവൾ മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇത്രയും ആകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ്. അവളുടെ അപ്പനെ വെടിവെച്ച് കൊല്ലും. അവളുടെ അപ്പൻ അവൾക്ക് എന്തെങ്കിലും, കാരണം നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്, പക്ഷേ അവളുടെ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഇവളെ ജനിപ്പിച്ചു എന്ന് പറയപ്പെടുന്നയാളാണ്. അപ്പോൾ അയാൾക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവൾ പറയുന്ന പല കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ കഴിയാതെ ഇരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അയാളെ ഇവൾ വെട്ടിക്കൊല്ലുകയോ വിഷം കൊടുത്ത് കൊല്ലുകയോ, വെടിവെച്ച് കൊല്ലാൻ എന്തായാലും തോക്കൊന്നും കാണില്ല, അതുകൊണ്ട് കോടാലി കൈക്ക് അടിച്ചു കൊല്ലുകയോ മറ്റോ ചെയ്താലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ഭർത്താവിനെ പോലും ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം, കുഞ്ഞുങ്ങളെ പോലും ചെയ്തെന്നിരിക്കാം. രാജ്യത്തെ പ്രധാനമന്ത്രി, അവൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യാത്ത ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്രയും അധികം ആൾക്കാർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ പിന്തുണയ്ക്കുന്ന, ജിഹാദികൾ ഒഴികെയുള്ള, ഇടതുപക്ഷ അന്തംകമ്മികൾ ഒഴികെയുള്ള ആൾക്കാർ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെയാണ് ഇത്തരത്തിൽ കൊല്ലും, എൻ്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് ഉളുപ്പില്ലാതെ ഇവൾ പറയുന്നത്. ആ മാനസികാവസ്ഥയുള്ളവൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെയോ ഭർത്താവിനെയോ അച്ഛനെയോ ആങ്ങളെയോ കൊല്ലുന്നതിനും യാതൊരു അറപ്പും വെറുപ്പും മടിയും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും ഇവൾ അറസ്റ്റിലാകാതെ, ഇവൾക്കെതിരെ നിയമ നടപടി എടുക്കാതെ പോലീസ് ഉഴപ്പുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് അത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഇവളെ ന്യായീകരിച്ചുകൊണ്ട് കുറേ കൂതറകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് കുറച്ച് രൂക്ഷമായി പോയേക്കാം. പക്ഷേ ഈ പിണറായി വിജയനായി പോയാലും, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതെന്താണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ പോലും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒരാൾ പറയുകയാണെങ്കിൽ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് രാഷ്ട്രീയ നേതാക്കളാകട്ടെ ഭരണകർത്താക്കളാകട്ടെ ഒരു സാധാരണക്കാരനെ പോലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പരസ്യമായി പറയാൻ മാനസികാവസ്ഥയുള്ളവർ അത്തരമൊരു സന്ദർഭം കിട്ടിയാൽ അവരിത് കൃത്യമായും ആ കൃത്യം ചെയ്തിരിക്കും. എന്ന് മാത്രമല്ല, ഈ സ്ത്രീ, ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പോലും അവർ യാതൊരു മടിയുമില്ലാതെ ആ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയോ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ സ്ത്രീക്കെതിരെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായതായി അറിയില്ല. ഡൽഹിയിലോ മറ്റോ ആരൊക്കെയോ കേസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നതാണ്. പക്ഷേ അവർ മാപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെയാണ് ജാൻമണി ദാസ് എന്ന് പറയുന്ന, സത്യം പറഞ്ഞാൽ ഒരു മൂന്നാം ലിംഗക്കാരനോ കാരിയോ എന്ന് വേണമെങ്കിൽ പറയാം, ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. ഈ സ്ത്രീ, അത് പ്രധാനമന്ത്രിയുടെ, ഈ സ്ത്രീയോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ജന്മം പ്രധാനമന്ത്രിയുടെ അമ്മയുടെ അവരുടെ ഒരു പാതിവ്രത്യത്തെ പോലും ചോദ്യം ചെയ്യുകയാണ്, പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അവനെന്നാണ് പ്രധാനമന്ത്രിയെ സംബോധന ചെയ്യുന്നത് ഈ രാജ്മണി എന്ന് പറയുന്ന വൃത്തികെട്ട ജന്മം. അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ആ ജന്മം നമ്മുടെ രഞ്ജിനി ഹരിദാസ്. ഓർത്ത് നോക്കൂ, രഞ്ജിനി ഹരിദാസ് ഈ ഡൽഹിയിൽ നടന്ന ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയും സർക്കാരിനെയും മോദിയെയും ഒക്കെ നിരന്തരം അവഹേളിച്ച ഒരു ജന്മമാണ് രഞ്ജിനി ഹരിദാസ്. ഇങ്ങനെയുള്ള ജന്മങ്ങളെ വഷളാക്കിയത് നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകരാണ്. എത്രയോ മാന്യമായി വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാനും ഒരു അവതാരകയാകാനും ഒക്കെ യോഗ്യതയുള്ള എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരൊക്കെ ഈ വേദികളിൽ വന്നു കിടന്ന് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കാണാൻ ആണ് ആളുകൾക്ക് ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോടുള്ള ആദരവ് കൊണ്ടല്ല. ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിപ്പിക്കുമ്പോൾ അത് കാണാനൊരു രസമുണ്ട്. അതുപോലെയാണ് ആൾക്കാർ ഈ രഞ്ജിനി ഹരിദാസിൻ്റെയൊക്കെ അവതാരണത്തെ കാണുന്നത്. ഇവിടെ എത്രയോ അവതാരകരുണ്ട്, അവർക്ക് ആർക്കും ഈ ഒരു പ്രശ്നമൊന്നുമില്ല. അവർ വിമർശിച്ചോട്ടെ, ആർക്കും ആരെയും വിമർശിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടനയെയും സർക്കാരിനെയും ഭരണകൂടത്തെയും പോലും വിമർശിക്കാം, യാതൊരു തെറ്റുമില്ല. പക്ഷേ അതൊക്കെ സഭ്യമായ ഭാഷയിലായിരിക്കണമെന്ന് മാത്രം.
രഞ്ജിനി ഹരിദാസ് ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ ഒരു പാറ്റകളുടെ പ്രതിഷേധം കണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ വിമാന ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരുത്തൻ പോലും വിശ്വസിക്കില്ല, അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല. കാരണം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ടീമാണ് ഈ അന്തം കമ്മികൾ, അവർ പോലും വിശ്വസിക്കില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ രഞ്ജിനി ഹരിദാസിൻ്റെ മേക്കപ്പ് ഉണ്ടാക്കുന്ന ആളാണ് ഈ ജാൻമണി ദാസ് എന്നാണ് പറയുന്നത്. അന്ന് നോക്കൂ, എത്ര ക്രൂരമായ വാക്കുകളാണ്. നരേന്ദ്രമോദിയുടെ അച്ഛൻ മരണപ്പെട്ട് 3 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭം ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ അത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് കൈകാര്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ പൗരന്മാരാണ്. ആരെയും എന്തും പറയാം. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് ആയാൽ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയാൽ, അല്ലെങ്കിൽ ജിഹാദികളോടൊപ്പം ചേർന്ന് നിന്നാൽ ആരെയും എന്തും പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യം ഇതുപോലെയുള്ള പടുജന്മങ്ങൾക്കുണ്ട്. ഇവരെയൊക്കെ അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങളായിരിക്കണം, പൗരന്മാരായിരിക്കണം. അത് ആർക്കെതിരെയാണെങ്കിലും. ഇപ്പോൾ ഈ ജാൻമണി എന്ന് പറയുന്ന ജന്മവും ഒരു മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട്. പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല പോലും, അതിൻ്റെ ഗൗരവം അറിയില്ല. എല്ലാവരെയും വിളിച്ച് അത് ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ശങ്കുറ്റി ദാസ് ഇതിനെക്കുറിച്ച് ഈ പരാതി എങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ അത് ഒരു പങ്കുവച്ചിട്ടുണ്ട്. യുവരാജ് ഗോകുലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി ജാൻമണി ദാസിനെതിരെ പലരും പരാതികൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കിടന്നോടട്ടെ. ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നാമത്, കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ കേരളം 1ാം നമ്പറായി വരികയാണ്. ഇന്നലെ തന്നെ കൊച്ചി വാഴക്കാലയിൽ 2 ചെറുപ്പക്കാരെ, അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത് 2 ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഓർത്ത് അന്തം വിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഭരണകൂടത്തെ പോലും, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പോലും ഇത്തരത്തിൽ മ്ലേച്ഛമായും മൃഗീയമായും അവഹേളിക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാവുകയാണ്. ഇതുപോലെയുള്ള സമാന ചിന്താഗതിക്കാരായ ഇത്തരം ജന്മങ്ങൾക്ക്, ജിഹാദികൾ ഉൾപ്പെടെയുള്ള ജന്മങ്ങൾക്ക് പ്രോത്സാഹനമാവുകയാണ്. ആരെയും എന്തും പറയാം, നരേന്ദ്രമോദി എന്തും പറയാം. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തായാലും രഞ്ജിനി ഹരിദാസിനെതിരെയും ഡൽഹിയിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവിടെ പല സമരങ്ങളും നടന്നു. PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നു, ആശാ വർക്കർമാരുടെ സമരം നടന്നു. അന്നൊന്നും ഈ രഞ്ജിനി ഹരിദാസിന് ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. അവർ സുഖമായി ഉറങ്ങി. പക്ഷേ ഡൽഹിയിൽ അവരറിയാത്ത കാര്യം നടന്നപ്പോൾ അവർക്ക് ഇവിടെ ഉറക്കം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ ജാൻമണി എന്ന് പറയുന്ന ജന്മത്തെയും ഈ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ ആ സ്ത്രീയെയും ഒക്കെ ഈ ഇന്ത്യയിലെ പൗരന്മാർ തന്നെ കൈകാര്യം ചെയ്യണം. കാരണം കേരളത്തിന് തന്നെ അപമാനമാണ് ഈ കൂട്ടർ. ഇത് ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലുള്ള ചില പടുജന്മങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് മലയാളികൾക്ക് തന്നെയാണ്. എന്തായാലും ജിഹാദികൾക്കോ അന്തം കമ്മികൾക്കോ ആ ഒരു നാണക്കേടും മാനക്കേടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജാൻമണി എന്ന് പറയുന്ന ജന്മത്തിനെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരാതികൾ ചെന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീക്കെതിരെയും പരാതികൾ ചെന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിനൊക്കെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകൂ. എന്തായാലും എന്തു ചെയ്താലും എന്ത് പറഞ്ഞാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ ആളുണ്ട് എന്നുള്ളൊരു ചിന്ത, ഒരു മിഥ്യാധാരണ ഇവർക്കുണ്ട്. ആ മിഥ്യാധാരണയും ചിന്തയും ഒക്കെ എന്തായാലും ഇവർക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. കാരണം ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കാനും, ഏത് ഭക്ഷണം കഴിക്കാനും, ഏത് വസ്ത്രം ധരിക്കാനും, ഏത് ഭാഷ സംസാരിക്കാനും ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ഈ നാട്ടിൽ അരാജകത്വം ഇവരൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുക തന്നെ വേണം.